അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? കാണിച്ചു കൊടുക്കാൻ ഞാൻ. താൻ വിഷമിക്കണ്ടോ സച്ചേട്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് ഇതേപ്പറ്റി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അതിന്റെ ആവശ്യമില്ല. താനേ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. തന്നെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വലിയ സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ സംസാരിച്ചിട്ട് അവന് കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇനി അത് മാറ്റിക്കൊടുത്തിട്ടേ അവന്തികയ്ക്ക് മറ്റെന്തോ ഉള്ളൂ. എന്താ അവന്തികെ? എല്ലാം റെഡിയല്ലേ? എല്ലാം സെറ്റാ. അവന്തികെ ഒരു വാക്ക് പറഞ്ഞാ മതി, പിന്നെല്ലാം കത്തിക്കേറി അങ്ങ് പൊക്കോളും. ശ്രദ്ധിച്ചു വേണം എല്ലാം ചെയ്യാൻ. ഒരിടത്തും ഒരു പിഴവും സംഭവിക്കരുത്. ഒരു പിഴവും വരില്ല. അത്രയ്ക്ക് എക്സ്പെർട്ടായ ആളുകളെയാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവർക്കൊരു മെസ്സേജ് കൊടുക്കട്ടെ? ഒരു മിനിറ്റ്, ഞാൻ ഒരു അവസാന കൈപ്രയോഗം കൂടെ നടത്തി നോക്കട്ടെ. നടന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നാളെ നടക്കും. അവിടെ എല്ലാരും കൂടി അവളുടെ വളകാപ്പ് ചടങ്ങ് നടത്താനുള്ള പ്ലാനിങ്ങില്ല. അത് സന്തോഷത്തോടെ നടത്തുന്നത് എനിക്കൊന്ന് കാണണം. അതിന് ഏതറ്റം വരെയും ഞാൻ പോവും. അവന്തിക അവർക്കാർക്കും അറിയില്ല. എല്ലാം തകർത്ത് തരിപ്പണമാക്കും ഞാൻ. ഈശ്വരാ, എന്റെ കാല്.
ഇനി കത്തി താനേ വീണതായിരിക്കോ? എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുന്നേ? അതെ, ഇന്നലെ രാത്രി വളകാപ്പിന് വരുന്നില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്തു പറ്റി? തീരുമാനം മാറ്റിയോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ അതിനൊരു സ്ഥിരത വേണം. വരുന്നില്ല എന്ന് പറഞ്ഞാ പിന്നെ വരരുത്. അമ്മേ, ദേ ഇവളുടെ കൂടെ വരാൻ എനിക്ക് താല്പര്യമില്ല. എടാ, നീ ഒന്നും മിണ്ടായിരിക്കടാ. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ വഴക്കിടണ്ട. മോള് രാവിലെ സ്കൂളിൽ പോയി. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നു. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? പോകുന്നെങ്കിൽ എല്ലാവരും കൂടി പോയാ മതി. ആ ഇല്ല, അങ്ങനെ പോകുന്നില്ല. ഛെ, ഇന്നലെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവള് തീരുമാനം മാറ്റിയത് എന്തിനാണെന്ന് എനിക്കറിയണം. അറിയാനൊന്നുമില്ല, ഞാനും വരുന്നു, അത്രേ ഉള്ളൂ. ആ